ആദ്യം ഇതിൽ പഠിക്കേണ്ട സാധനം, ഓക്കെ, ഇതാണ് മക്കളെ ആദ്യം പഠിക്കേണ്ട സാധനം. ആദ്യം നിങ്ങൾ ഒരു 25 വരെയുള്ളതിൻ്റെ സ്ക്വയർ കാണാതെ പഠിക്കണം. മിനിമം 25 വരെയുള്ളതിൻ്റെ. നിങ്ങൾക്ക് എല്ലാം തന്നെ കുറെ അറിയാം. നിങ്ങൾ പറഞ്ഞേ, 1ന്റെ സ്ക്വയർ 1 നിങ്ങൾക്കറിയാലോ. 1ന്റെ സ്ക്വയർ അറിയാം, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ 25, 6ന്റെ 36, 7ന്റെ 49, 8ന്റെ 64, 9ന്റെ അതുപോലെ 10ന്റെ 100. ഘനമൂലം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബ്. പെർഫെക്റ്റ് ക്യൂബ് ഈസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ക്യൂബ് ഓഫ് എ വോൾ നമ്പർ. ഒരു വോൾ നമ്പറിന്റെ ക്യൂബായി എഴുതാൻ കഴിയുന്ന സംഖ്യേനെയാണ് നമ്മൾ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. ഒരു വോൾ നമ്പറിന്റെ ക്യൂബായി എഴുതാൻ കഴിയുന്ന സംഖ്യ. 3ന്റെ ക്യൂബായി എഴുതാൻ കഴിയുന്ന 27 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. 5ന്റെ ക്യൂബായി എഴുതാൻ കഴിയുന്ന 125 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. 10ന്റെ ക്യൂബായി എഴുതാൻ കഴിയുന്ന 1000 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. എ പെർഫെക്റ്റ് ക്യൂബ് ഈസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ക്യൂബ് ഓഫ് എ വോൾ നമ്പർ. ശരി, ഓക്കെ. അപ്പം ഈ 10 വരെയുള്ളതിന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ മക്കളെ. ഇത് ആർക്കും പഠിക്കേണ്ട വരികയില്ല. 11ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 121. 12ന്റെ സ്ക്വയറും അറിയാം, 144. 13 169. 14 പലർക്കും അറിയില്ല, അതൊന്ന് പഠിച്ചോണേ. 14ന്റെ സ്ക്വയർ 196 ആണ്. യെസ്. ഇനി 15ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 16 256, 17 289, 18 324, 19 361, 20ന്റെ സ്ക്വയർ 400. കണ്ടോ? അപ്പൊ ഇവിടെ പഠിക്കേണ്ട വരുന്നത് 14ന്റെ പഠിക്കണം. 16, 17, 18, 19 ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ? 14ന്റെ 196, 15, 16, 17, 18 അല്ലെ? 15 അറിയാം, 20 അറിയാം. 16, 17, 18, 19 പഠിക്കേണ്ടി വരുന്നുള്ളൂ. 256, 289, 324, 361. ഓക്കെ. ഇനി മക്കളെ 21ന്റെ പഠിക്കാൻ എളുപ്പമാണ്, 441. 22ന്റെ എളുപ്പമാണ്, 484. 23ന്റെ ഒന്ന് ശ്രദ്ധിക്കണം, 529, 576, 625, 25ന്റെ. ഞാൻ പറയും 25 വരെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ നിങ്ങൾക്ക് ഇടയ്ക്കത്തെ പഠിക്കേണ്ട വരുന്നുള്ളൂ. 14 പഠിക്കണം, 13 വരെ അത്യാവശ്യം അറിയാം. 14 പഠിക്കണം, 16 പഠിക്കണം, 17, 18, 19. ഇനി 21, 22 എളുപ്പമാണ്. 23, 24 പിന്നെ നോക്കിയാൽ മതി. കേട്ടല്ലോ? 25 വരെ. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് 26, 27, 28, 29, 30 വരെ പഠിച്ചു വെച്ചാൽ ഒത്തിരി നല്ലതാണ്. നമുക്ക് ഒരാളുടെ മുന്നിലെത്താനുള്ള മാർഗം അയാളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അയാൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുക. 25 വരെ നിർബന്ധം മിനിമം പഠിച്ചിരിക്കണം. 30 വരെ പഠിച്ചാൽ നല്ലത്. ഓക്കെ ആണല്ലോ? ഇനി ക്യൂബ് 10 വരെ ഉള്ളത് പഠിക്കണം. 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125. ഇത്രയും നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളത് 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. സോ ഈ 6, 7, 8, 9 ഈ 4 പഠിക്കണം. ബാക്കി നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്രയും നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ദിവസം വരുമ്പം ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോണം. അടുത്ത ദിവസം വരുമ്പം സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ ഭാഗമായി ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 25 വരെയുള്ളതിന്റെ സ്ക്വയർ നിർബന്ധം. 30 വരെ പഠിച്ചാൽ നല്ലത്. 10 വരെയുള്ളതിന്റെ ക്യൂബ് നിർബന്ധം. ഇതിൽ കുറെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ക്യൂബ് ആണെങ്കിൽ 6ന്റെ 7ന്റെ 8ന്റെ 9ന്റെ പഠിക്കേണ്ടേ ഉള്ളൂ. 5 വരെ അത്യാവശ്യം അറിയാം. 6ന്റെ 216, 7ന്റെ 343 എളുപ്പമുണ്ട്. 8ന്റെ 512, 9ന്റെ 729, 10ന്റെ 1000. ഓക്കെ. അപ്പൊ ഇത് പഠിച്ചിട്ട് വന്നോണം. ഇനി ഞാൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അയ്യോ അതെന്താ, ഇതെങ്ങനെ വന്നു സാറേ, അതെങ്ങനെ വന്നു സാറേ എന്ന് ചോദിച്ചേക്കരുത്. കേട്ടല്ലോ? ശരി. നെക്സ്റ്റ് വൺ നമ്മൾ അടുത്തത് പഠിക്കുന്നത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. ഇങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തോണം കേട്ടോ. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. മക്കളെ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, 15ന്റെ സ്ക്വയർ കാണാൻ നമുക്ക് കാണാതെ അറിയാം. ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 15ന്റെ സ്ക്വയർ കാണാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ആദ്യത്തെ സംഖ്യ നോക്കുക. ആദ്യത്തെ സംഖ്യ 1 അല്ലേ? ആ 1ഉം അതിനോട് ചേർന്ന് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് നമ്പറായ 2ഉം കൂടെ ഗുണിക്കുക. 1 × 2 2. അതിന്റെ അവസാനം 25നെ ചേർത്ത് എഴുതിയാൽ നമുക്ക്
15ന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ ആദ്യത്തെ സംഖ്യയും അതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യയും കൂടെ ഗുണിക്കുക, അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതിയ ഉത്തരവായി. എപ്പോഴും ആദ്യത്തെ സംഖ്യ അതിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യയും കൂടെ ഗുണിക്കുക, 25 ചേർത്ത് എഴുതിയ ഉത്തരവായി. അടുത്ത് നോക്കാം. 25ന്റെ സ്ക്വയർ കാണാൻ ടെക്നിക്ക് ശ്രദ്ധിച്ച് കേട്ടോ. 25ന്റെ സ്ക്വയർ ആദ്യത്തെ സംഖ്യ ഏതാ? 2. 2ന്റെ കോൺസിക്യൂട്ടീവ് നമ്പർ ഏതാ? 3. ഇവിടെ കിടക്കുന്നതല്ല, യഥാർത്ഥത്തിൽ 2നോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ 3 അല്ലേ? 2ഉം 3 കൂടെ ഗുണിക്കുക, 6. അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതുക. ഇത്രയുള്ള പരിപാടി. 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ സ്ക്വയർ കാണാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. വേറെ 45ന്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിച്ചു. 45ന്റെ സ്ക്വയർ കാണണം നിങ്ങൾക്ക്. ആദ്യത്തെ സംഖ്യ 4 അല്ലേ? യെസ്. 4 കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 5 അല്ലേ? 4ഉം 5ഉം ഗുണിക്കുക, 20. അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതുക. പറഞ്ഞ മനസ്സിലായ ടെക്നിക്ക്? അങ്ങനെയാണെങ്കിൽ 65ന്റെ സ്ക്വയർ എങ്ങനെ കാണും? ആദ്യത്തെ സംഖ്യ 6 അല്ലേ? 6 കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 7 അല്ലേ? 6 7 42 25 ഉത്തരം ആണോ? 75ന്റെ സ്ക്വയർ എങ്ങനെ കാണും? ആദ്യത്തെ സംഖ്യ 7 അല്ലേ? 7 കഴിഞ്ഞ് വരുന്ന സംഖ്യ 8 അല്ലേ? 7 8 56 25. കണ്ടോ? 85ന്റെ സ്ക്വയർ എങ്ങനെ കാണും? യെസ്. ആദ്യത്തെ സംഖ്യ 8 അല്ലേ? 8 കഴിഞ്ഞ് വരുന്ന സംഖ്യ 9 അല്ലേ? 9 8 72 25. കണ്ടോ മക്കളെ? 95ന്റെ സ്ക്വയർ എങ്ങനെയാണ്? ആദ്യത്തെ സംഖ്യ 9 അല്ലേ? 9 കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ 10 അല്ലേ? 9 × 10 90 25. കണ്ടോ? 105ന്റെ സ്ക്വയർ എങ്ങനെ കാണും? ഇവിടെ ഈ 10 ആദ്യത്തെ സംഖ്യ ആയിട്ട് എടുക്കുക. 10 ആദ്യത്തെ സംഖ്യ 10, അടുത്ത സംഖ്യ 11. 10 × 11 110. 110 25. കണ്ടോ? ഇങ്ങനെയാണ് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണുന്ന രീതി. ഷമീമ ഒന്നുമില്ലെന്നേ, സിമ്പിൾ പരിപാടി. ഒരു രണ്ടക്ക സംഖ്യയുടെ, അതായത് രണ്ടക്ക സംഖ്യ ആവണമെന്നില്ല, 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ കാണാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടെ. 75 എന്ന സംഖ്യയുടെ സ്ക്വയർ കാണണം എന്ന് വിചാരിക്കുക. ഓക്കെ, 75ന്റെ സ്ക്വയർ കാണണമെങ്കിൽ അതിലെ ആദ്യത്തെ സംഖ്യ ഏതാ? 7 അല്ലേ? 7 കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാ? ഇവിടെ കിടക്കുന്ന സംഖ്യയല്ല, 7 കഴിഞ്ഞ് യഥാർത്ഥ സംഖ്യ ഏതാ? 8 അല്ലേ? ആണ്. ആ 7ഉം 8ഉം കൂടെ അങ്ങ് ഗുണിക്കണം. അപ്പൊ 7 × 8 എത്ര കിട്ടി? 56 കിട്ടി. ആ 56 ഇവിടെ എഴുതണം. എന്നിട്ട് അവസാനം ഒരു 25 അങ്ങ് ചേർത്ത് എഴുതണം. ഇത്ര ഉള്ളു പരിപാടി. പറഞ്ഞ് മനസ്സിലായോ? വേറെ നോക്ക്. 55ന്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിച്ചു. 55ന്റെ സ്ക്വയർ ആദ്യത്തെ സംഖ്യ ഏതാ? 5 അല്ലേ? 5 കഴിഞ്ഞ് യഥാർത്ഥത്തിൽ വരുന്ന സംഖ്യ 6 അല്ലേ? ആ 5ഉം 6ഉം കൂടെ ഗുണിക്കുക. 5 × 6 30 അല്ലേ? അതിൻ്റെ കൂടി 25 ചേർത്ത് എഴുതുക. എപ്പോഴും അവസാനം 25 ചേർത്ത് എഴുതണം. ആദ്യത്തെ സംഖ്യയെ അത് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പറും കൂടെ ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതുന്നതായിരിക്കും സെറ്റാ ഉത്തരം. ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ? മക്കളെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റാ? ശരി, ക്ലിയർ ആണെങ്കിൽ 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ സ്ക്വയർ കാണാൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്പറും അതിനോട് ചേർന്ന് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് നമ്പറും ഗുണിക്കുക, ലാസ്റ്റ് ഒരു 25 ചേർത്ത് എഴുതുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് നെക്സ്റ്റ് വൺ. ഇനി ശ്രദ്ധിച്ച് കേട്ടോ. ഒരു രണ്ടക്ക സംഖ്യയുടെ വർഗം കാണാനുള്ള മാർഗമാണ് പഠിക്കുന്നത്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ? ഹെഡിങ് എഴുതിക്കോ. ഒരു രണ്ടക്ക സംഖ്യയുടെ വർഗം കാണാൻ. നോർമലി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഷോർട്ട് കട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു രണ്ടക്ക സംഖ്യയുടെ സ്ക്വയർ കാണേണ്ട വന്നാൽ ഗുണിച്ചു നോക്കാതെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നാ പഠിക്കണേ. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പഠിച്ചില്ലേലും വലിയ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്തായാലും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഉടായ്പ പരിപാടിക്ക് പോവല്ലേ. ശ്രദ്ധിച്ചോ മക്കളെ. 22ന്റെ സ്ക്വയർ കാണാം. ഇതാണ് ആദ്യം കിടക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടോ. 22ന്റെ സ്ക്വയർ കാണാൻ ആദ്യം ചെയ്യേണ്ടത് ഈ അങ്ങേയറ്റത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? 2. 2ന്റെ സ്ക്വയർ കാണുക. ഞാൻ സ്ക്വയർ കണ്ടു, 4. ഓക്കെ അല്ലേ? എപ്പോഴും അങ്ങേയറ്റത്ത് കിടക്കുന്നതിന് സ്ക്വയർ കാണാം. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 2 × 2 എത്രയാ? 4. എപ്പോഴും തമ്മിൽ ഗുണിച്ചിട്ട് ഇരട്ടി എടുക്കണം. 2 × 2 4. 4ന്റെ ഇരട്ടി എത്രയാ? 8. അത് ഇവിടെ എഴുതണം. ഇനി വീണ്ടും ഈ 2ന്റെ സ്ക്വയർ കാണണം. 4. 484 ഉത്തരം. കണ്ടോ? ചെയ്തതൊന്നുകൂടെ പറയാം. ഈ അവസാനം കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാം. 2ന്റെ സ്ക്വയർ 4 എഴുതി. ഇനി
ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിരട്ടിയെടുക്കുക. അതാണ് ഇവിടെ എഴുതിയത് 8. ഇനി ആദ്യം കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുക. ഇതാണ് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടക്ക സംഖ്യയുടെ സ്ക്വയർ കാണാൻ മനക്കണക്കായിട്ട് ചെയ്യാതെ യൂസ്ഫുൾ ആകും. ഒന്നുകൂടെ പറയാം. ഈ രണ്ടാമത് കിടക്കുന്ന സംഖ്യ ഏതാണോ അതിന്റെ സ്ക്വയർ എടുക്കുക. 2ന്റെ സ്ക്വയർ 4. ഇനി ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ഇരട്ടി എടുക്കണം. എപ്പോഴും മറക്കരുത്. 2 2 ഗുണിച്ച് 4 ഇരട്ടി 8. അത് ഇവിടെ എഴുതണം. ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി പോണേ. ഇനി ആദ്യം കിടക്കുന്ന 2ന്റെ സ്ക്വയർ കാണണം 4. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചു. നമുക്ക് ശിഷ്ടം വരുന്നത് നോക്കാം. അതിനു മുന്നേ 31ന്റെ സ്ക്വയർ കാണണം എന്ന് വിചാരിച്ചു. ആദ്യം ഇങ്ങേറ്റത്ത് കിടക്കുന്ന 1 അല്ലേ, 1ന്റെ സ്ക്വയർ 1. ഇനി ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 3 × 1 3, ഇരട്ടി എടുക്കുക 6. അതിവിടെ എഴുതുക. ഇനി ആദ്യം കിടക്കുന്ന 3ന്റെ സ്ക്വയർ സെപ്പറേറ്റ് കാണുക 9. 961 31ന്റെ സ്ക്വയർ. അപ്പം അങ്ങേയറ്റത്ത് കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുക, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് ഇരട്ടിയെടുക്കുക, ആദ്യം കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? 26ന്റെ എങ്ങനെ ചെയ്യും നോക്കാം. ശ്രദ്ധിച്ച് കേട്ടോണേ. 26ന്റെ സ്ക്വയർ എങ്ങനെ കാണും? ആദ്യം 6ന്റെ സ്ക്വയർ കാണണം. 6ന്റെ സ്ക്വയർ 36 അല്ലേ? അപ്പൊ 36ന്റെ 6 മാത്രം എഴുതി ശിഷ്ടം 3 ഉണ്ട്, അത് അവിടെ കിടക്കട്ടെ. ഇനി ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. 6 × 2 12, ഇരട്ടി എടുക്കണം 24. 24ലൂടെ ഈ 3 കൂട്ടണം 27. ബാക്കി ശിഷ്ടം വീണ്ടും 2 ഉണ്ട്. 2ന്റെ സ്ക്വയർ കാണുക 4. 4ന്റെ കൂടെ 2 കൂട്ടുക 6. 676 ഉത്തരം. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സ്പീഡ് കിട്ടും. പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിർബന്ധമൊന്നുമില്ല. യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. എന്നാൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും ഇത് പ്രാക്ടീസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇവിടെ നോക്കും മക്കളെ. ഇതൊന്ന് 39ന്റെ ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. 39ന്റെ സ്ക്വയർ കാണണം എന്ന് വിചാരിച്ചു. ഓക്കെ, 9ന്റെ സ്ക്വയർ ആദ്യം കാണണം. 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. അതിൽ 1 മാത്രം എഴുതുക, ബാക്കി ശിഷ്ടം 8 ആണ്. റെഡിയല്ലേ മക്കളെ? ആണ്. ഇനി ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം. 9 × 3 27, ഇരട്ടി എടുക്കണം 54. 54ലൂടെ 8 കൂട്ടണം. സോ 62. 2 6 ശിഷ്ടമുണ്ട്. 3ന്റെ സ്ക്വയർ കാണും 9. 6 കൂട്ടുമ്പോൾ 15. 15 21. കണ്ടോ? ഒന്നുമില്ല. അങ്ങേയറ്റത്ത് കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുക. അപ്പം എന്നിട്ട് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഇരട്ടി എടുക്കുക. പിന്നെ ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ കാണുക. ശിഷ്ടമാണെങ്കിൽ അത് ബാക്കിലേക്ക് എടുത്തെടുത്ത് പോരുക. അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ എന്ന് പറഞ്ഞു കേക്കട്ടെ. ആണോ? ഒരെണ്ണം കൂടെ പറയാം. ലാസ്റ്റ് ആണേ, ലാസ്റ്റ്. ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ പറയാൻ പോകുന്നത് ഏതാ? 64ന്റെ സ്ക്വയർ പറയാം. ശ്രദ്ധിച്ച് കേട്ടേ. 64ന്റെ സ്ക്വയർ. നിഹാന ശ്രദ്ധിച്ചോണേ മക്കളെ. 64ന്റെ സ്ക്വയർ. ആദ്യം 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാ? 4ന്റെ സ്ക്വയർ 16. അപ്പൊ 6. 1 ശിഷ്ടമുണ്ട്, അത് എഴുതി. ഇനി ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം. 6 4 24. എന്നിട്ട് ഇരട്ടി എടുക്കണം 48. എന്നിട്ട് ഈ 1 ശിഷ്ടം കൂട്ടണം 49. അപ്പോൾ 9 വീണ്ടും ശിഷ്ടം 4. 6ന്റെ സ്ക്വയർ കാണുക 36. 4 കൂട്ടുക 40. 40 96 ഉത്തരം. കാശിനാഥ് പറയാം. 39ന്റെ സ്ക്വയർ കാണുന്ന ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. 39ന്റെ സ്ക്വയർ കാണാൻ ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് 9ന്റെ സ്ക്വയർ കാണണം. 9ന്റെ സ്ക്വയർ 81. അപ്പൊ അതിൽ 1 എഴുതി ശിഷ്ടം 8 ഉണ്ട്. ഇനി ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം. 9 × 3 9 × 3 27ന്റെ ഇരട്ടി 54. 54ലൂടെ 8 കൂട്ടണം. അപ്പൊ 62. 62 2 എഴുതി. 6 വീണ്ടും ശിഷ്ടമുണ്ട്. 3ന്റെ സ്ക്വയർ 9. 9ന്റെ കൂടെ 6 കൂട്ടണം 15. 15 21 ഉത്തരം. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? മുന്നോട്ട് പോകാലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു?
5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ പഠിച്ചു. അത് നിർബന്ധമായിട്ടും പഠിക്കണേ. ഇത് ഒരു രണ്ടക്ക സംഖ്യയുടെ സ്ക്വയർ എളുപ്പത്തിൽ കാണുന്ന മെത്തേഡാണ്. നിർബന്ധമൊന്നുമില്ല പഠിക്കണമെന്ന്. പഠിച്ചാൽ നല്ലതാണെന്നേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ല വേഗത്തിൽ ചെയ്യാം. സ്ക്വയർ കാണേണ്ട പല സാഹചര്യങ്ങളും നമുക്ക് വരുമല്ലോ. ഇത് പഠിച്ച ഒരാൾക്ക് വേഗത്തിൽ ചെയ്യാം. നിർബന്ധമില്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങ് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. ശരി, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ആയിരിക്കോ, ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. എന്താണ്? ദശാംശ സംഖ്യകളുടെ വർഗം, സ്ക്വയർ കാണുന്ന വിധം. എങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. ദശാംശ സംഖ്യകളുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്ന വിധം എങ്ങനെയാണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു ദശാംശ സംഖ്യ നമുക്ക് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ സംഖ്യ? 0.6. ഇതിന്റെ സ്ക്വയർ കാണാനല്ലേ ചോദ്യം. അപ്പൊ ദശാംശ സംഖ്യയുടെ വർഗം കാണാൻ ആദ്യം ദശാംശം കളയുക. അപ്പൊ 0.6ന്റെ ദശാംശം എന്ന് പറഞ്ഞാൽ പോയിന്റ് കളയുമ്പോൾ അത് 6 ആയിട്ട് മാറും. എന്നിട്ട് സ്ക്വയർ കാണുക. 6ന്റെ സ്ക്വയർ 36. ശരിയല്ലേ? ആണ്. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റേ ഉള്ളൂ. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യത്തിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഉത്തരത്തിൽ 2 പോയിന്റ്. സോ ആൻസർ എത്രയാ? 0.36. ഈ 2 പോയിന്റ് ഒന്ന് എണ്ണിയത് ഇവിടുന്ന് കേട്ടോ. ദേ 2 പോയിന്റ്. ഇതൊരു 1 2 പോയിന്റ്. കണ്ടോ? 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇട്ടു. അപ്പൊ എങ്ങനെയാണ് ദശാംശ സംഖ്യയുള്ള വർഗം കാണുന്നത്? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. കേൾക്കുന്നുണ്ടല്ലോ? ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. 0.7ന്റെ സ്ക്വയർ. ആദ്യം 7ന്റെ സ്ക്വയർ കാണുക. 7ന്റെ സ്ക്വയർ 49. ഓക്കെ, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ആകെ ഒരു പോയിന്റ്. അതിന്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടണം. അപ്പൊ 0.49. 0.49 എന്ന് എഴുതുമ്പോൾ 2 പോയിന്റ് ആയി. പക്കയാണോ സേട്ടാ? മൂന്നാമത്തേത് 1.3യുടെ സ്ക്വയർ കാണും. ആദ്യം പോയിന്റ് കളയുക. പോയിന്റ് കളയുമ്പോൾ 13 ആയി. 13ന്റെ സ്ക്വയർ എഴുതുക. 169. കേട്ടല്ലോ? കാണാതെ പഠിച്ചോണേ. 14 ഏതായിരുന്നു? 196. 13 169. ശരി. ഇനി ചോദ്യത്തിൽ ഒരു പോയിന്റേ ഉള്ളൂ. 1.3 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ്. ഉത്തരത്തിൽ 2 പോയിന്റ് ഇടണം. സോ 1.69 എന്ന് പറയും. അല്ലേ? ഈ 2 പോയിന്റ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാവണം മക്കളെ? നോക്കിയേ, പോയിന്റുകൾ എണ്ണുന്നത് എങ്ങനെയാ അറിയോ? പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അതാണ് പോയിന്റുകളുടെ എണ്ണം. ഇവിടെ പോയിന്റിന് ശേഷം 2 സംഖ്യയില്ല. അപ്പൊ 2 പോയിന്റ് ഉള്ള സംഖ്യയാണെന്ന് അർത്ഥം. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കാണാൻ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കിയാൽ മതി. പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഒരു ദശാംശ സ്ഥാനം. പോയിന്റിന് ശേഷം 2 സംഖ്യ ഉണ്ടെങ്കിൽ 2 ദശാംശ സ്ഥാനം. അതാണ് അതിന്റെ ലോജിക്ക് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 0.12ന്റെ സ്ക്വയർ. ആദ്യം പോയിന്റ് കളയുക. 12. 12ന്റെ സ്ക്വയർ എഴുതുക. 144. ഓക്കെ, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ 2 പോയിന്റ്. ഉത്തരത്തിൽ 4 പോയിന്റ് ഇടണം. അല്ലേ? ഇപ്പോൾ ഓൾറെഡി 3 സംഖ്യയല്ലേ ഉള്ളൂ. 4 പോയിന്റ് ഇടാൻ ഒരു 0 കൂടെ ചേർത്ത് പറയണം. 0.0144 എന്ന് കിട്ടും. 0.0144 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതാണ് ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം. ഓക്കെ, നമുക്ക് ഇതും കൂടെ ചെയ്യാം. 21ന്റെ 0.021ന്റെ സ്ക്വയർ. ആദ്യം പോയിന്റ് കളയുക. അപ്പൊ 21 ആകും. 21ന്റെ സ്ക്വയർ എത്രയാ മക്കളെ? 441. 21ന്റെ സ്ക്വയർ 441 അല്ലെ? ചോദ്യത്തിൽ 3 പോയിന്റ് ഉണ്ട്. ഉത്തരത്തിൽ 6 പോയിന്റ് ഇടണം. ഓൾറെഡി 3 സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഒരു 3 പൂജ്യവും കൂടെ ചേർത്താലേ 6 പോയിന്റ് ആവത്തുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ അല്ല, 0.00441 ആണ്. അതായത് ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ സ്ക്വയർ വർഗം കാണുന്ന വിധം. ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? എല്ലാം ഉറങ്ങിപ്പോയോ? ആരുടെ അനക്കൊന്നും ഇല്ലല്ലോ. ഇത് ഓരോന്ന് ഹെഡിങ് എഴുതിയിട്ട് ചെയ്തോണം കേട്ടോ. ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്ന വിധം.
ക്ലിയർ ആണ്? ഇടയ്ക്കിടയ്ക്ക് മൂളിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, ക്ലാസ് കാണുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയണേ ഈ മൂളുന്നില്ലെങ്കിൽ? അവിടെ ഉണ്ട്. യെസ്, മൂളിച്ച് നിർത്താൻ പറ്റത്തില്ല, വെറുതെ മൂളിക്കണം ഇടയ്ക്ക്. കേട്ടല്ലോ? ശരി, പറയാലോ. എൻ്റെ ഒന്നുമില്ലടാ മോനെ, ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയല്ലേ. നോക്ക്, എന്താ ചെയ്യണ്ടേ? ആദ്യം ദശാംശസംഖ്യയുടെ സ്ക്വയർ അല്ലേ കാണണ്ടേ? ഇതിന്റെ പോയിന്റ് കളയണം. പോയിന്റ് 021ന്റെ പോയിന്റ് കളയുമ്പോൾ അത് 21 ആകും. ഇനി 21ന്റെ സ്ക്വയർ കാണണം. അത് നമ്മൾ കാണാതെ പഠിക്കണം. തുടക്കത്തിൽ പറഞ്ഞില്ലേ, 21ന്റെ സ്ക്വയർ 441 മക്കളെ. ഓക്കെ, ഇനി നമുക്കറിയാം ചോദ്യത്തിൽ 3 പോയിന്റ് അല്ലേ ഉള്ളത്. ചോദ്യത്തിൽ 3 പോയിന്റ് ആണെങ്കിൽ ഉത്തരത്തിൽ ഇരട്ടി ഇടണം, 6 പോയിന്റ് ഇടണം. അപ്പം 6 പോയിന്റ് ഇടാൻ ഇതുണ്ടോ, ഒരു 3 പൂജ്യവും കൂടെ ഇറക്കി ചേർക്കണം, എന്നാലല്ലേ 6 പോയിന്റ് ആവത്തുള്ളൂ. കണ്ടോ, ഇപ്പൊ 6 പോയിന്റ് ഇല്ലേ ഇവിടെ. പോയിന്റുകളുടെ എണ്ണം എണ്ണുന്നത് എങ്ങനെയാ? പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കിയാണ് പോയിന്റുകളുടെ എണ്ണം പറയുന്നത്. ഇവിടെ പോയിന്റിന് ശേഷം 1, 2, 3, 4, 5, 6 സംഖ്യയുണ്ട്. അപ്പൊ 6 പോയിന്റ് വരണം എന്നുണ്ടെങ്കിൽ പോയിന്റ് 0, 0, 0, 4, 4, 1 എന്ന് എഴുതിയാലേ ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ. ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്ന വിധം. എന്താണ് ഹെഡിങ്? ദശാംശ സംഖ്യകളുടെ. അല്ലാതിര 36 × 3 അല്ലേ 108. 36 ഒരു പൂർണ്ണവർഗമാണ്. 36 × 3 അല്ലേ 108. 108 എന്നല്ലേ അവിടെ കിടക്കണേ. 36 × 3 ആണ് കേട്ടോ, 4 അല്ല. പൂർണ്ണവർഗത്തിന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതിയാൽ പോരെ. 36 ഒരു പൂർണ്ണവർഗമാണല്ലോ. ഒരു പൂർണ്ണവർഗം മതി, ഒരു പൂർണ്ണവർഗത്തിന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതിയാൽ മതി കേട്ടോ. ശരി മക്കളെ, അടുത്ത ഹെഡിങ് ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്ന വിധം. കേട്ടല്ലോ, ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്ന വിധം. എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്നത്? ഉദാഹരണത്തിന് √0.81 എങ്ങനെ ചെയ്യും മക്കളെ? ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണാൻ ആദ്യം ദശാംശം, അതായത് പോയിന്റ് കളഞ്ഞെഴുതണം അല്ലേ? പോയിന്റ് കളഞ്ഞെഴുതണം. പോയിന്റ് കളഞ്ഞെഴുതുമ്പം √0.81 എന്നുള്ളത് √81 എന്നാകും. √81ന്റെ ഉത്തരം നമുക്കറിയാം 9 ആണ്. ശരിയല്ലേ? അപ്പൊ ആദ്യം ഞാൻ ചെയ്തത് ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണാൻ പോയിന്റ് കളഞ്ഞ് സംഖ്യയുടെ വർഗമൂലം കാണുക. പോയിന്റ് കളയുമ്പോൾ √81 9 ആണ്. ഇനി ചോദ്യത്തിന്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ പകുതി എണ്ണം ഉത്തരത്തിൽ ഇടുക. ചോദ്യത്തിന്റെ അകത്ത് 2 പോയിന്റ് ഉണ്ട്, അപ്പൊ ഉത്തരത്തിൽ 1 പോയിന്റ് ഇടണം. സോ ആൻസർ 0.9 ആണ്. ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ ദശാംശ സംഖ്യയുടെ വർഗമൂലം കാണുന്നത്. അടുത്തത് നമുക്കൊന്ന് ചെയ്യാം. √1.21 ഇതാണ് ചോദ്യം. √1.21 ഇതിന്റെ വർഗമൂലം കാണണം. ആദ്യം പോയിന്റ് കളഞ്ഞെഴുതണം. അപ്പൊ √121 എന്ന് വരും. √121ന്റെ ഉത്തരം 11 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ മക്കളെ? ഇനി ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കണം. ചോദ്യത്തിൽ 2 പോയിന്റേ ഉള്ളൂ, ഉത്തരത്തിൽ 1 പോയിന്റ് ഇടണം. അപ്പൊ 11 എന്നുള്ളത് 1.1 എന്നായിട്ട് മാറും. √81 9 അല്ലേ കാശ്നാഥ്? √81 9 അല്ലേ? 9ന്റെ സ്ക്വയർ അല്ലേ 81? അങ്ങനെ 9 കിട്ടിയ. √81 9. മനസ്സിലായോ? √81 9. അങ്ങനെയാണോ 9 കിട്ടിയത്? √81 9 ആണ്. #108 കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ല നിഹാന കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് ഇതാണേ. ശരി മക്കളെ, √0.0144 അതെങ്ങനെയാ ചെയ്യണേ? ഓക്കെ, √0.0144 അല്ലേ? ഇതെങ്ങനെയാ ചെയ്യണേ? ഓക്കെ, ആദ്യം പോയിന്റ് കളയണം. അപ്പൊ √144 എന്ന് വരും. √144 ഉത്തരം 12. ചോദ്യത്തിൽ ആകെ 4 പോയിന്റ് ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ അതിന്റെ പകുതി ഇടണം, അതായത് 2 എണ്ണം. സോ 0.12 ആണ് ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതാണെങ്കിൽ പോയിന്റ് കളഞ്ഞ് എഴുതുമ്പോൾ √256 എന്ന് വരും. √256 എത്രയാ? 16 ആണ്. ആണോ? യെസ്. ഇനി ചോദ്യത്തിൽ ആകെ 6 പോയിന്റ് ഉണ്ട്. ശരിയല്ലേ?
ഉത്തരത്തിൽ 3 പോയിന്റ് ഇടണം. അപ്പൊ 0.016 എന്ന് വരും. 0.016 എന്ന് വരും. ചെയ്തത് കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? മക്കളെ, ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളിലെ വർഗ്ഗമൂലം കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോ ഹെഡിങ് ആയിട്ട് എഴുതി വൃത്തിയായിട്ട് പഠിച്ചോണം കേട്ടല്ലോ. നെക്സ്റ്റ് ചെയ്യാവേ. അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത ടൈപ്പിലേക്ക് വരാം. അടുത്തത് സുഹറ, നാളെ ഇല്ല, ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് നമ്മുടെ ക്ലാസ് കേട്ടോ. 9 മണിക്ക് ചൊവ്വ വ്യാഴം ശനി. ഓക്കെ. ഇനി മക്കളെ, ഘനമൂലം കാണാൻ എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കാണുന്നതെന്നാണ് അടുത്തത് പഠിക്കുന്നത്. ഓക്കെ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, റെയറായിട്ട് ആവശ്യം വരാറുണ്ട് കേട്ടോ. ക്യൂബ് റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവാം. ഓക്കെ, അതിനു മുന്നേ നമ്മൾ ക്യൂബിന്റെ വാല്യൂസ് ഒക്കെ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ ദാസ? ക്യൂബിന്റെ വാല്യൂസ് ഒക്കെ പഠിച്ചത് മറന്നോ? ഓക്കെ, ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. 1ന്റെ ക്യൂബ് എത്രയാ? 1ന്റെ ക്യൂബ് 1 അല്ലേ? 2ന്റെ ക്യൂബ് എത്രയാ? 2ന്റെ ക്യൂബ് 8 ആണോ? 3ന്റെ ക്യൂബ് എത്രയാ? 3ന്റെ ക്യൂബ് 27. 4ന്റെ ക്യൂബ് എത്രയാ? 64. 5ന്റെ ക്യൂബ് എത്രയാ? 125 ആണോ? യെസ്. 6ന്റെ ക്യൂബ് എത്രയാ? 216. 7ന്റെ ക്യൂബ് എത്രയാ? 343 ആണോ? 8ന്റെ ക്യൂബ് എത്രയാ? 512. 9ന്റെ ക്യൂബ് എത്രയാ? 729 അല്ലേ? ആണോ? കാണാവോ? 7ന്റെ 8ന്റെ 9ന്റെ ക്യൂബ് 729 അല്ലേ? ഓക്കെ. അപ്പം 9 വരെയുള്ളതിന്റെ ക്യൂബ് അറിയാലോ? അറിയാം. ശരി, ഇനി എങ്ങനെയാ ക്യൂബ് റൂട്ട് കാണണ്ടേന്ന് പറയാം. ശ്രദ്ധിച്ച് കേട്ടോ. 10,648 10,648. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ. ക്യൂബ് റൂട്ട് ഓഫ് കണ്ടോ? ചോദ്യം ഇതാണ്, 10,648ന്റെ ക്യൂബ് റൂട്ട് കാണണം. 10,648ന്റെ ക്യൂബ് റൂട്ട്. ശരി, അതിന് നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ചെയ്തത് വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിക്കുക ചെയ്തേ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിച്ചു അല്ലെ? ക്യൂബ് റൂട്ട് കാണാൻ നിങ്ങൾ വലത് സൈഡിൽ നിന്ന് 3 സ്ഥാനം മാറ്റി മുറിക്കണം. വലത് സൈഡിൽ നിന്ന് 3 സ്ഥാനം മാറ്റി, വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി മുറിക്കണം. ക്യൂബ് റൂട്ട് കാണാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി മുറിക്കണം. വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി മുറിക്കണം. ശരി, അപ്പം 2 സെക്ഷൻ ആയിട്ട് മാറി. ഒന്ന് 10 ഒരു സെക്ഷൻ, അടുത്ത് 648 അടുത്ത സെക്ഷൻ. ഇനി മുമ്പേ ചെയ്ത പോലെ, മുമ്പേ സ്ക്വയർ റൂട്ട് കാണാൻ നേരെ 10ന് മുമ്പേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കിയത്. ഇവിടെ 10ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കണം മക്കളെ. 10ന് മുൻപുള്ള പെർഫെക്റ്റ് ക്യൂബ് 8 ആണ്. ഏതിന്റെ ക്യൂബാ? 2ന്റെ. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 2 ആണ്. 10ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കണം. 8 ആണ്. ഏതിന്റെ ക്യൂബാ മക്കളെ? 2ന്റെ ക്യൂബാ. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 2. ഇനി അടുത്തത് നോക്കേണ്ടത് 8ലല്ലേ അവസാനിച്ചേക്കുന്നത്? 8ൽ അവസാനിക്കുന്നത് ഏതിന്റെ ക്യൂബാണെന്ന് നോക്കണം. 8ൽ അവസാനിക്കുന്നത് 2ന്റെ മാത്രം ക്യൂബാ. അപ്പം സെക്കൻഡ് ഡിജിറ്റ് 2 വരും. അപ്പൊ നമ്മുടെ ഉത്തരം 22 കിട്ടും. നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചതുപോലെ 2 ഉത്തരങ്ങൾ വരില്ല. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ് ഉത്തരം കിട്ടും. അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എന്ന് മനസ്സിലാക്കാം. സിമ്പിൾ ടെക്നിക്ക്. ഇത്രയുള്ള പരിപാടി. വലത് സൈഡിൽ നിന്ന് 3 സ്ഥാനം മാറ്റി മുറിക്കണം. അപ്പൊ 2 സെക്ഷനായി. 10ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കണം. 8 ഏതിന്റെ ആണെന്ന് നോക്കണം? 2ന്റെ. ഇനി 8ൽ അവസാനിക്കുന്ന ഏതിന്റെ ക്യൂബ് ആണെന്ന് നോക്കണം.
8 അവസാനിക്കുന്നത് 2ന്റെ മാത്രം ക്യൂബാ. അപ്പൊ ആദ്യത്തെ ഡിജിറ്റും 2, സെക്കൻഡ് ഡിജിറ്റും 2, 22 ഉത്തരം കിട്ടും. ഓക്കെ, ഇതേ പറയാം, ഇതേ മോഡല് ബാക്കിയുള്ളത് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഇതൊന്ന് പറയാം ഞാൻ. 19,683, 19,683 ഇതിന്റെ ക്യൂബ് റൂട്ട് കാണാനാ ചോദ്യം എന്ന് വിചാരിച്ചു. ആദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു. 19,683. ആദ്യം ചെയ്യേണ്ടത് വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി മുറിക്കണം. ദേ മുറിച്ചു. വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി മുറിച്ചു. റെഡിയാണേ? ഇനി ചെയ്യേണ്ടത് 2 സെക്ഷനായി. 19 മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കണം. 19 മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് 8 ആണ്. ഏതിന്റെ? 2ന്റെ ക്യൂബാണ് അല്ലേ? ഇനി 3ൽ അവസാനിക്കുന്നത് ഏതിന്റെ ക്യൂബാണെന്ന് നോക്കണം. 3ൽ അവസാനിക്കുന്നത് 7ന്റെ മാത്രം ക്യൂബാണ്. അതുകൊണ്ട് സെക്കൻഡ് ഡിജിറ്റ് 7 ആയിരിക്കും. അപ്പൊ ആൻസർ 27 എന്ന് ഡയറക്റ്റ് കിട്ടും. വേറെ ഒരു കഷ്ടപ്പാടുമില്ല. 27 എന്ന് ഡയറക്റ്റ് കിട്ടും ആൻസർ. ഇത്രയുള്ള പരിപാടി മക്കളെ. സിമ്പിൾ അല്ലേ? സിമ്പിൾ പരിപാടിയല്ലേ? ആണോ? ദേ അങ്ങനെയാണെങ്കിലേ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്യാം. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാവേ. ഒരു എക്സാമ്പിൾ മക്കളെ. യെസ്, ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ അങ്ങ് ചെയ്യാം അല്ലേ? ഓക്കെ, 571, 787, 571, 787, 787 ഇതിന്റെ ക്യൂബ് റൂട്ട് കാണണം. ക്യൂബ് റൂട്ട് ആദ്യം ചെയ്യേണ്ടത് വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം. വലത്ത് നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തു. 2 സെക്ഷനായി. 571 മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കണം മക്കളെ. 571 മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് 512 അല്ലേ? 571 മുന്നേ ഉള്ള പെർഫെക്റ്റ് ക്യൂബ് 512. ഏതിൻ്റെയാ? 8ന്റെ ക്യൂബാ. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 8 ആണ്. അടുത്തത് 7ൽ അവസാനിക്കുന്നത് ഏതിന്റെ ക്യൂബാണെന്ന് നോക്കണം. 7ൽ അവസാനിക്കുന്നത് 3ന്റെ ക്യൂബാ. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് 3 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം 83 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പൊ ക്യൂബ് റൂട്ടിന്റെ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഈ സ്ലൈഡിൽ കിടപ്പുണ്ട്. പ്രാക്ടീസ് ചെയ്യേണ്ടവർക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ടിന്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ അത്ര നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് ക്യൂബ് റൂട്ട് കാണാൻ എന്നേ ഉള്ളൂ. പഠിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ പഠിക്കണം, അത് പഠിക്കണം, ഒഴിവാക്കണം എന്നല്ല, എന്നാൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ശരി.